വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഗെറ്റിംഗ് എൻഗേജ്ഡ്. അപ്പം ഐ തോട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. റീടേക്ക് എടുക്കാനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ട് ഐ ഹോപ്പ് ഞാൻ പറയുന്നതിൽ കറക്റ്റായിരിക്കുന്നു. സമയം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാകും. ഇത്ര നേരത്തെ എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് പരിപാടി തുടങ്ങാൻ ഒരു 12-12:30 ആവും. ബട്ട് ഞാൻ എക്സൈറ്റഡ് ആയതുകൊണ്ട് രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുകയാണ്. എൻഗേജ്മെന്റിന്റെ തലേന്നിരുന്ന് ഡ്രസ്സ് എന്താ ചെയ്യുന്നത്? ഗൈസ്, നമ്മള് ഡ്രസ്സ് റീസൈസ് ചെയ്യാണ്. ഈ തടിച്ചിക്ക് ഇത് കൊള്ളുന്നില്ല. നമ്മൾ ഹാമ്പർ സെറ്റ് ആക്കാൻ പോലെ എന്താന്ന് പറയും. ബ്രദറിന്റെ വകയുള്ള ഗിഫ്റ്റാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും തരിയിരിക്കല്ലേ? നാളെ തരിയിരിക്കില്ല എന്തെങ്കിലും. അതെ, ഇന്ന് ക്ഷമയോടെ ഇരിക്കുന്നത് നാളെ നമുക്ക് തരുന്നുള്ള പ്രതീക്ഷയിലാണ്. തരിയിരിക്കല്ലേ? ഫോൺ എടുക്കണില്ല. ഇതൊക്കെ സിമ്പിളാണ്. ബ്രൈഡ്സ്മെയ്ഡിന്റെ ആത്മാർത്ഥത കാണിക്കാൻ പറഞ്ഞെടുക്കുന്ന വീഡിയോ. രണ്ട് പഴപ്പൊരി ഒറ്റ എടുക്കുന്നുണ്ടോ? കുറച്ചും കൂടി കൊടുക്കി. എന്തെങ്കിലും സംസാരിച്ചോ? ട്രെയിനിലേക്ക് കയറി കുറച്ച് കയറി ഇങ്ങോട്ട്. ഇതൊന്നും ആക്കി തരില്ല, എന്നാലും ഇന്ത്യയുടെ സമാധാനത്തിന് ഞാൻ നമ്മൾ എടുക്കില്ലാതെ വേണ്ടല്ലോ. അഫഗിക്കോ ഹർഷി നമ്മൾ ചോറ് കഴിക്കാൻ പോകണം. വിളമ്പി തന്നോ. ഹർഷി all the feels. എനിക്ക് എന്തൊക്കെയോ സംസാരിക്കണം, പക്ഷെ എനിക്കൊന്നും കൂടി പുറത്തേക്ക് വരുന്നില്ല. അതങ്ങനെ ഞാൻ കുടിച്ചു. ഇനി ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഞാൻ സ്നേഹിൻ്റെ വീട്ടിൽ പോകുന്നു, കണ്ണിൽ ലെൻസ് വെക്കുന്നു, തിരിച്ചു വരും. ആൻഡ് ദെൻ മൈ മോം ഇസ് ഗോയിങ് ടു ഡ്രോപ്പ് മീ അറ്റ് ഹർഷീസ് ഹൗസ്. ഹർഷി ലൈക്ക് വി ഓൾവേസ് നോ ദാറ്റ് ഹർഷി ആയിരിക്കും നമ്മളെ കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിക്കുന്നതോ എനിക്ക് തന്നതോ. ആദ്യം ഹർഷി ആയിരിക്കും നമുക്ക് അറിയുന്നു. ആൻഡ് ദ ഡേ ഇസ് ഫൈനലി ഹിയർ. അപ്പം മിക്സഡ് ഇമോഷൻസ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കായിരുന്നു, ഈ ഗേൾസ് കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് അവിടെ കൂടുതൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ലൈക്ക് why are they even crying? It's like a happy occasion. അപ്പോൾ
അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തെങ്കിലും പാട്ട് കേൾക്കുന്ന സമയത്ത് ലൈക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ട് പറ്റി എന്തെങ്കിലും പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണൽ ആവും. ഇങ്ങനെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. ബ്രൈഡ്സ്മെയ്ഡ്സ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ നമ്മൾ സ്നേഹൻ്റെ വീട്ടിലെത്തി. സ്നേഹനെ കാണിച്ചു തരാം. തിരിച്ചു. അയ്യോ, സ്നേഹൻ്റെ കയ്യൊന്ന് വയലാഞ്ചില്ലത്ത് വരണമായിരുന്നു. സ്നേഹ പറഞ്ഞ സ്നേഹക്ക് ലെൻസ് വെക്കാനൊക്കെ അറിയുന്നതാണ്. നമുക്ക് വിശ്വസിക്കണ്ടേ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, ഓക്കെ. എന്നിട്ട് ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ തുറക്കാം. ഇതിനകത്തൊരു വെള്ളമൊക്കെ ഉണ്ടാവും. വെള്ളമല്ല, സൊല്യൂഷൻ. ഓക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ 2 ചാട്ടം ചാടിയിട്ട് താഴെ പോയി. ശരിക്കും? എന്നിട്ട് തുറന്നു. അത് പോയിട്ടില്ല ഗൈസ്, എവിടെയും പോയിട്ടില്ല. ഉള്ളിലുണ്ടായി മതി. അശിക്കും വീഴുമ്പം പറയുന്നു നമുക്ക് കൊടുത്താൽ മതിയിരുന്നു പറയണ്ടായിരുന്നു. അപ്പേ ഞാൻ പറഞ്ഞതാണ്. ജോ ജോന്നുണ്ട്, ബാക്കിയൊന്നും പറയുന്നില്ല. പറയൂ. ബി വെരി കെയർഫുൾ. ഓക്കെ. ഈയല്ല എനിക്ക് വെച്ചേരാ? അല്ല, ഞാൻ ഒറ്റക്കാണോ? എനിക്ക് എന്റെ കണ്ടി കുത്താൻ പേടി. അപ്പഴാ അതീ വെച്ചോ. ഇങ്ങനെ തുറക്കാന്ന് തോന്നുന്നേ. ഐസ് മാത്രം അതിനകത്തായി പോയി. അയ്യോ, എൻ്റെ അമ്മ വിളിക്കുന്നു. ഒരു മിനിറ്റ്. സ്നേഹൻ്റെ കണ്ണ് കിട്ടി ഗൈസ്. ആരത്? കണ്ണിങ്ങനെ താത്തുക, എന്നിട്ട് കണ്ണിങ്ങനെ പൊക്കുക. എന്റെ പ്യൂപ്പിൾ കറക്റ്റ് ആണോ നോക്കിയത്? എനിക്കിങ്ങനെ മനസ്സിലാവും. ഞാൻ മീൻസ് ലൈക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതിലോട്ടേക്ക് തന്നെയാണ്. നോക്ക് നടക്കൂല. Oh my God. മറിച്ച് തുണ്ടിച്ചോടി വെച്ചല്ലോ ദൈവമേ. വെച്ചോ ഇതിന്റെ കൈ തന്നെ. പിന്നെ നമുക്കറിയില്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. A few moments later. ഇങ്ങനെ നല്ലടാ. അത് മറഞ്ഞു പോയിടേ. An eternity later. ഗൈസ്, എൻ്റെ ഒരു കണ്ണും ഓൾഡ് ഒരു കണ്ണും. നമുക്കിങ്ങനെ കരഞ്ഞിട്ട് നമ്മൾ ഹർഷീനെ ആലോചിച്ചിട്ട് കഴിയാന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് വെച്ചു ഗൈസ്. തന്നിട്ടില്ല. സക്സസ് ആയി. ടോപ്പ് ഞാൻ വീഡിയോ വാങ്ങാൻ പോയാണ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ അങ്ങനെയൊക്കെ പോകാൻ പോവാണ്. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണപ്പെണ്ണിൻ്റെ വീട്. എടുക്കാൻ മറന്നു ഗൈസ്. मैं लिखूं तू आ जाए, मैं बैठ लिखूं तू आ बैठे, मेरे शाने पर सर रखे तू, मैं नींद कहूं तू सो जाए, जला एक ऐसी नज़्म कहूं जो